ഇന്ന് നമുക്ക് കഴുത്തിലൊക്കെ നല്ല വൃത്തിയിൽ പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ക്രോസ് പീസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ത്രെഡ് വെക്കേണ്ടത്. ത്രെഡ് ഇതേപോലെ ഏതെങ്കിലും ഒരു വശം ടൈറ്റായിട്ട് അടിച്ചതിന് ശേഷം തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് പൈപ്പിംഗ് ആയിട്ട് അടിച്ചെടുക്കാം. 1.25 ഇഞ്ചിന്റെ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ഒന്നും വെട്ടിക്കളയേണ്ടി വരില്ല. എന്നാലും സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ മെയിൻ ക്ലോത്ത് എന്ന് വിചാരിക്കുക. മെയിൻ സൈഡിലാണ് നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് വെച്ച് പിടിപ്പിക്കേണ്ടത്. പൈപ്പിംഗ് വെക്കേണ്ടത് ഇതേപോലെ നെക്കിന്റെ ഭാഗത്ത് ക്ലോത്ത് ഉള്ള വശം, ഓപ്പോസിറ്റ് സൈഡിൽ ത്രെഡ് ഉള്ള വശവുമാണ്. മുട്ടുസൂചി വെച്ചിട്ട് ആ പൈപ്പിംഗ് ഇതേപോലെ കഴുത്തിന് ചുറ്റും കർവ് ചെയ്ത് കുത്തിപ്പിടിപ്പിക്കണം. കഴുത്തിന്റെ ഭാഗം നല്ല കറക്റ്റ് ആയിട്ടിരിക്കുന്ന വിധത്തിൽ ഇത് ഫുൾ ലെങ്ത് ഇതേപോലെ അടിച്ചു പിടിപ്പിക്കുക. പിന്നെ അതിന്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക. കഴുത്തിന്റെ കർവിലൊക്കെ മുട്ടുസൂചിയൊക്കെ കുത്തിയതിന് ശേഷം ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് ലൈനിങ് ക്ലോത്തിൽ കഴുത്ത് വെട്ടിയതിന് ശേഷം മെയിൻ ക്ലോത്ത് ഇതേപോലെ ഇട്ടിട്ട് ചെയ്യാട്ടോ. ആവശ്യമില്ലാത്ത ക്ലോത്തൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ കട്ടിങ്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഞാനിവിടെ ഫ്രണ്ടിലെ കഴുത്തിലല്ല പതിച്ചടിക്കുന്നത്, ലൈനിങ്ങിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ടിൽ പതിച്ചടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. ഇതാകുമ്പോൾ ഫ്രണ്ട് നെക്കിൽ യാതൊരു വിധത്തിലുള്ള സ്റ്റിച്ചിങ് കാണാൻ പറ്റില്ല. ഇനി നെക്കിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.